ഇയ്യോബ് 29 അധ്യായം. ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കും. സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈലനദികളെ ഒഴുക്കിത്തന്നു. ഞാൻ പുറപ്പെട്ടു പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്നു. വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ടൊളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായുപൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദമടങ്ങും. അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. എൻ്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും. എന്നെ കണ്ട കണ്ണെനിക്ക് സാക്ഷ്യം നൽകും. നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു. നശിക്കുമാറായവൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നു. വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി. ഞാൻ നീതിയെ ധരിച്ചു, അതെൻ്റെ ഉടുപ്പായിരുന്നു. എൻ്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെയായിരുന്നു. ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു. ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. ഞാൻ അറിയാത്തവൻ്റെ വ്യവഹാരം പരിശോധിച്ചു. നീതി കെട്ടവൻ്റെ അണപ്പല്ല് ഞാൻ തകർത്തു. അവൻ്റെ പല്ലിൻ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു. എൻ്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും. ഹോൽപക്ഷിയെപ്പോലെ ഞാൻ ദീർഘായുസോടെ ഇരിക്കും. എൻ്റെ വേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു. എൻ്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപാർക്കുന്നു. എൻ്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു. എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യർ കാത്തിരുന്നെൻ്റെ വാക്ക് കേൾക്കും. എൻ്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും. ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല. എൻ്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റ് വീഴും. മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും. പിന്മഴയ്ക്കെന്ന പോലെ അവർ വായു പിളർക്കും. അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും. എൻ്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല. ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്ത് തലവനായിട്ടിരിക്കും. സൈന്യ സഹിതനായ രാജാവിനെ പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും. അധ്യായം 30. ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. അവരുടെ അപ്പന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോട് കൂടെ ആക്കുവാൻ പോലും ഞാൻ നിരസിക്കുമായിരുന്നു. അവരുടെ കയ്യൂറ്റം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? അവരുടെ യൗവനശക്തി നശിച്ചു പോയല്ലോ. ബുദ്ധിമുട്ടും വിശപ്പും കൊണ്ട് അവർ മെലിഞ്ഞിരിക്കുന്നു. ശൂന്യത്തിൻ്റെയും നിർജ്ജനദേശത്തിൻ്റെയും ഇരുട്ടിൽ അവർ വരണ്ട നിലം കടിച്ചു കാരുന്നു. അവർ കുറുങ്കാട്ടിൽ മണൽച്ചീര പറിക്കുന്നു. കാട്ടുകിഴങ്ങ് അവർക്ക് ആഹാരമായിരിക്കുന്നു. ജനമധ്യയിൽ നിന്ന് അവരെ ഓടിച്ചു കളയുന്നു. കള്ളനെ പോലെ അവരെ ആട്ടിക്കളയുന്നു. താഴ്വര പിളർപ്പുകളിൽ അവർ പാർക്കേണ്ടി വരുന്നു. മൺകുഴികളിലും പാറയുടെ ഗഹ്വരങ്ങളിലും തന്നെ. കുറുങ്കാട്ടിൽ അവർ കതറുന്നു. തൂവയുടെ കീഴെ അവർ ഒന്നിച്ചു കൂടുന്നു. അവർ ഭോഷന്മാരുടെ മക്കൾ, നീചന്മാരുടെ മക്കൾ. അവരെ ദേശത്തു നിന്ന് ചമ്മട്ടി കൊണ്ട് അടിച്ചോടിക്കുന്നു. ഇപ്പോഴോ ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു. അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു. അവർ എന്നെ അറച്ച് അകന്നു നിൽക്കുന്നു. എന്നെ കണ്ട് തുപ്പുവാൻ ശങ്കിക്കുന്നില്ല. അവൻ തൻ്റെ കയറഴിച്ചെന്നെ ക്ലേശിപ്പിച്ചതുകൊണ്ട് അവർ എൻ്റെ മുമ്പിൽ കടിഞ്ഞാൺ അയച്ചു വിട്ടിരിക്കുന്നു. വലത്തുഭാഗത്ത് നീചപരീക്ഷ എഴുന്നേറ്റ് എൻ്റെ കാലുന്തുന്നു. അവർ നാശമാർഗങ്ങളെ എൻ്റെ നേരെ നിരത്തുന്നു. അവർ എൻ്റെ പാതയെ നശിപ്പിക്കുന്നു. അവർ തന്നെ തുണയറ്റവർ ആയിരിക്കെ എൻ്റെ അപായത്തിനായി ശ്രമിക്കുന്നു. വിസ്താരമുള്ള തുറവിൽ കൂടി എന്ന പോലെ അവർ ആക്രമിച്ചു വരുന്നു. ഇടിവിൻ്റെ നടുവിൽ അവർ എൻ്റെ മേൽ ഉരുണ്ട് കയറുന്നു. ഘോരത്വങ്ങൾ എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു. കാറ്റുപോലെ എൻ്റെ മഹത്വത്തെ പാറ്റിക്കളയുന്നു. എൻ്റെ ക്ഷേമവും മേഘം പോലെ കടന്നു പോകുന്നു. ഇപ്പോൾ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു. കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു. രാത്രി എൻ്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു. എന്നെ കടിച്ചു കാരുന്നവർ ഉറങ്ങുന്നതുമില്ല. ഉഗ്രബലത്താൽ എൻ്റെ വസ്ത്രം വിരൂപമായിരിക്കുന്നു. അങ്കിയുടെ കഴുത്തുപോലെ എന്നോട് പറ്റിയിരിക്കുന്നു. അവൻ എന്നെ ചെളിയിൽ ഇട്ടിരിക്കുന്നു. ഞാൻ പൊടിക്കും ചാരത്തിനും തുല്യമായിരിക്കുന്നു. ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, നീ ഉത്തരം അരുളുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, നീ എന്നെ തുറിച്ചു നോക്കുന്നതേയുള്ളൂ. നീ എൻ്റെ നേരെ ക്രൂരനായി തീർന്നിരിക്കുന്നു. നിന്റെ കൈയുടെ ശക്തിയാൽ നീ എന്നെ പീഡിപ്പിക്കുന്നു. നീ എന്നെ കാറ്റിൻ പുറത്ത് കയറ്റി ഓടിക്കുന്നു. കൊടുങ്കാറ്റിൽ നീ എന്നെ ലയിപ്പിച്ചു കളയുന്നു. മരണത്തിലേക്കും സകല ജീവികളും ചെന്നു ചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും വീഴുമ്പോൾ കൈ നീട്ടുകയില്ലയോ?
അപായത്തിൽ അത് നിമിത്തം നിലവിളിക്കയില്ലയോ? കഷ്ടകാലം വന്നവനു വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലയോ? എളിയവനു വേണ്ടി എൻ്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ? ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു, വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. എൻ്റെ കുടൽ അമരാതെ തിളയ്ക്കുന്നു, കഷ്ടകാലം എനിക്ക് വന്നിരിക്കുന്നു. ഞാൻ കറുത്തവനായി നടക്കുന്നു, വെയിൽ കൊണ്ടല്ല താനും. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നു. ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും ഒട്ടകപ്പക്ഷികൾക്ക് കൂട്ടാളിയുമായിരിക്കുന്നു. എൻ്റെ ത്വക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു, എൻ്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു. എൻ്റെ കിന്നരനാദം വിലാപമായും എൻ്റെ കുഴലൂത്ത് കരച്ചിലായും തീർന്നിരിക്കുന്നു. അധ്യായം 31. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നതെങ്ങനെ? എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവും എന്ത്? നീതികെട്ടവന് അപായവും ദുഷ്പ്രവൃത്തിക്കാർക്ക് വിപത്തുമല്ലയോ? എൻ്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? എൻ്റെ കാലടികളെയൊക്കെയും എണ്ണുന്നില്ലയോ? ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, എൻ്റെ കാൽ വഞ്ചനയ്ക്കോടിയെങ്കിൽ, ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. എൻ്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ, വല്ല കറയും എൻ്റെ കൈക്ക് പറ്റിയെങ്കിൽ, ഞാൻ വിതച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ, എൻ്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ. എൻ്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ ഭ്രമിച്ചു പോയെങ്കിൽ, കൂട്ടുകാരൻ്റെ വാതിൽക്കൽ ഞാൻ പതിയിരുന്നു എങ്കിൽ, എൻ്റെ ഭാര്യ മറ്റൊരുത്തന് മാവ് പൊടിക്കട്ടെ, അന്യർ അവളുടെ മേൽ കുനിയട്ടെ. അത് മഹാപാതകമല്ലോ, ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ. അത് നരകപര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു. അത് എൻ്റെ അനുഭവമൊക്കെയും നിർമൂലമാക്കും. എൻ്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്തുത്തരം പറയും? ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലയോ അവനെയും ഉരുവാക്കിയത്? ഉദരത്തിൽ ഞങ്ങളെ നിർമ്മിച്ചത് ഒരുത്തനല്ലയോ? ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ, വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എൻ്റെ ആഹാരം കഴിച്ചെങ്കിൽ, ബാല്യം മുതൽ ഞാൻ അപ്പൻ എന്ന പോലെ അവനെ വളർത്തുകയും ജനിച്ചതു മുതൽ അവളെ പരിപാലിക്കുകയും ചെയ്തുവല്ലോ. ഒരുത്തൻ വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ ദരിദ്രൻ പുതപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട്, അവൻ്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ, എൻ്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർ മാറിയില്ലെങ്കിൽ, പട്ടണവാതിൽക്കൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥൻ്റെ നേരെ കൈയോങ്ങിയെങ്കിൽ, എൻ്റെ ഭുജം തോൾ പലകയിൽ നിന്ന് വീഴട്ടെ, എൻ്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ. ദൈവം അയച്ച വിപത്ത് എനിക്ക് ഭയങ്കരമായിരുന്നു. അവൻ്റെ ഔന്നത്യം നിമിത്തം എനിക്ക് ആവതില്ലാതെയായി. ഞാൻ പൊന്ന് എൻ്റെ ശരണമാക്കിയെങ്കിൽ, തങ്കത്തോട് നീ എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞുവെങ്കിൽ, എൻ്റെ ധനം വളരെയായിരിക്കൊണ്ടും എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്കൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായ് എൻ്റെ കയ്യെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ, അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ. അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ. എൻ്റെ വൈരിയുടെ നാശത്തിങ്കിൽ ഞാൻ സന്തോഷിക്കുകയോ അവൻ്റെ അനർത്ഥത്തിങ്കിൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തുവെങ്കിൽ, അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻ്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അവൻ്റെ മേശയ്ക്കൽ മാംസം തിന്ന് തൃപ്തി വരാത്തവർ ആർ എന്നിങ്ങനെ എൻ്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ, പരദേശി തെരുവീഥിയിൽ രാപാർക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കന് ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാറുവിടത്ത് മറച്ചുവെങ്കിൽ, മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ടും വംശക്കാരുടെ നിന്ന എന്നെ ഭ്രമിപ്പിക്കൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതിരുന്നു എങ്കിൽ, അയ്യോ, എൻ്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ എൻ്റെ ഒപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അത് ഞാൻ എൻ്റെ ചുമലിൽ വഹിക്കുമായിരുന്നു, ഒരു മകുടമായിട്ട് അത് അണിയുമായിരുന്നു. എൻ്റെ കാലടികളുടെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും. ഒരു പ്രഭു എന്ന പോലെ ഞാൻ അവനോടടുക്കും. എൻ്റെ നിലം എൻ്റെ നേരെ നിലവിളിക്കുകയോ അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുകയോ ചെയ്തുവെങ്കിൽ, വില കൊടുക്കാതെ ഞാൻ അതിൻ്റെ വിളവ് തിന്നുകയോ അതിൻ്റെ
ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാക്കുകയോ ചെയ്തുവെങ്കിൽ ഗോതമ്പിന് പകരം കാരമുള്ളും യവത്തിന് പകരം കളയും മുളച്ചു വരട്ടെ. ഇയ്യോബിൻ്റെ വചനങ്ങൾ അവസാനിച്ചു.